ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് പോവുകയാണ് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നു. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹാഫ് എം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഇതേ ക്വസ്റ്റ്യൻ ആണ് മിക്കപ്പോഴും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും എക്സാമുകളിൽ ചോദിക്കുന്നതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷന്റെ ഇക്വേഷന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ഹാഫ് എം ബി സ്ക്വയറിന്റെ ഡയമെൻഷൻ നമ്മൾ ഇതാ കണ്ടുപിടിക്കാൻ പോകുന്നു. ഹാഫ് എം ബി സ്ക്വയർ ഡയമെൻഷൻ അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ്. നിങ്ങൾ നോക്കിയാടാ, ഇവിടെ 1/2 അതിന് ഡയമെൻഷൻ ഇല്ല. 1/2 കോൺസ്റ്റന്റ് ആണ്. സംഖ്യകൾക്ക്, നമ്പറുകൾക്ക് എന്തില്ല, കോൺസ്റ്റന്റിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഡയമെൻഷൻ വേണ്ട. മാസിന്റെ ഡയമെൻഷൻ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ മക്കളെ നമുക്ക് കൊടുക്കാം. എം ആണ് മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എം ഈസ് ദ ഡയമെൻഷൻ ഓഫ് എന്താണ്, മാസ്. ഇനി വെലോസിറ്റി ആണ്. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് മോനെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേടാ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേടാ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ അത് ലെങ്ത് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 എന്ന് എഴുതാം. അപ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1. വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. അപ്പൊ എൽ ടി റൈസ് ടു -1ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേടാ. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, എം ജി എച്ച് ആണ്. എം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മക്കളെ, മാസ് ആണ് എം എന്ന് പറയുന്നത്. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് കൊടുക്കാം, എം എന്ന് കൊടുക്കാം. ജി എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എന്താണ് ആക്സിലറേഷൻ ഡയമെൻഷൻ? നമുക്ക് നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. എൽ ടി റൈസ് ടു -1 ആണ്. ഡിവൈഡഡ് ബൈ ടി നമുക്ക് എഴുതാം. എൽ ടി റൈസ് ടു -2 ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിക്കോട്ടെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിക്കോട്ടെ, ഏത് ആക്സിലറേഷൻ ആണെങ്കിലും ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ആണ്. എൽ ടി റൈസ് ടു -2 എന്ന് എഴുതാം. ഇനി ഹൈറ്റ് ആണ്. ഹൈറ്റ് ലെങ്ത് തന്നെ അല്ലേടാ മോനെ. അപ്പൊ ഹൈറ്റ് ഡയമെൻഷനും നമുക്ക് എന്ത് കൊടുക്കാം, എൽ എന്ന് കൊടുക്കാം. നമ്മൾ നോക്കുന്നു, ഇവിടെ എം എഴുതുന്നു. ഇവിടെ എന്താണ്, ഇത് സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഇയാൾക്കും അവകാശപ്പെട്ടാണ്. അപ്പൊ നമ്മൾ എൽ സ്ക്വയർ ആക്കുന്നു. ടി റൈസ് ടു -1 × 2 എന്ന് വരും. അപ്പോൾ ടി റൈസ് ടു -2 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ മക്കളെ കിടക്കുന്നത്, ഒരു എം ഉണ്ട്. എൽ ഇൻറ്റു എൽ എന്താണ്, എൽ സ്ക്വയർ ആണ്. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും ഈക്വൽ ആണ് എങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ ചെയ്യാൻ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനോട്ട് പോകാം. ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ 3 ടേം ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഈക്വൽ ആണെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്നു വെലോസിറ്റി ഡയമെൻഷൻ. വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, എൽ ടി റൈസ് ടു -1 ആണ്. അടിപൊളി. ഈ ടേം കഴിഞ്ഞു. അടുത്ത ടേം എടുത്തു. ഈ ഈക്വൽ സൈൻ വെച്ചും പ്ലസ് സൈൻ വെച്ചും സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടേം എന്ന് പറയുന്നത്. അടുത്തത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ആയിക്കോട്ടെ, ഫൈനൽ വെലോസിറ്റി ആയിക്കോട്ടെ, ഇനി ഇടക്കത്തെ വെലോസിറ്റി ആയിക്കോട്ടെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിക്കോട്ടെ, ആവറേജ് വെലോസിറ്റി ആയിക്കോട്ടെ, വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഡയമെൻഷനും എന്ത് തന്നെയാണ് മോനെ, എൽ ടി റൈസ് ടു -1 തന്നെയാണ്. അവസാന താളയും കൂടെ കിട്ടിയാൽ പരിപാടി കഴിഞ്ഞു. ആക്സിലറേഷനും ടൈം എ ടിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. എ ടിന്റെ ഡയമെൻഷൻ എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, എൽ ടി റൈസ് ടു മോനെ എന്ത് കിട്ടുവാടാ, -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഡയമെൻഷനും അതേപോലെ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി ഡയമെൻഷനും അതേപോലെ തന്നെ എ ടിയുടെ ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയും. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ.
ടി ഈക്വൽ 2π റൂട്ട് ഓഫ് L/G. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ സ്ക്വയർ ചെയ്തോ, അല്ലെങ്കിൽ റൂട്ട് കാണുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയാണ്, ഭയം എതുക്ക് ഞാൻ എടുക്കുമ്പോൾ. അപ്പോൾ ടൈമിന്റെ സ്ക്വയർ ചെയ്താൽ ടി സ്ക്വയർ ആണ്, 2π സ്ക്വയർ ചെയ്താൽ 4π² എന്ന് കിട്ടും. റൂട്ട് പോയി മോനെ, സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങോട്ട് പോയി, എവിടെ പോയി, വീട്ടിൽ പോയി. അപ്പോൾ L/G എന്ന് എഴുതാം. റൂട്ട് പോയി ഹൈ. ഇനി എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുന്നു. ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ടൈമാണ്. ടൈമിന്റെ ഡയമെൻഷൻ ടി തന്നെയാണ്, അപ്പോൾ ടി സ്ക്വയർ തന്നെ കിട്ടി. അപ്പോൾ ടി സ്ക്വയർ ആണ് ഫസ്റ്റ് ടൈമിന്റെ ഡയമെൻഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എന്തൊക്കെയാണ് കിടക്കുന്നത്, 4π² L/G. ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മക്കളെ ശ്രദ്ധിക്കുക. 4ഉം πയും ഒക്കെ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അവന് ഡയമെൻഷൻ ഇല്ല. 4നും π² ഡയമെൻഷൻ ഇല്ല. പിന്നെ ആകെപ്പാടുള്ള ആരാണ്, ലെങ്തിന്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ലെങ്തിന്റെ ഡയമെൻഷൻ എല്ലാം G. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്സിലറേഷൻ ഡയമെൻഷൻ L(t⁻2 ആണ്. എല്ലും വെട്ടി ചത്തുപോയി. t⁻2 ചാടി മുകളിൽ കയറുമ്പോൾ ടി സ്ക്വയർ ആകും. ഇസ് ഈക്വൽ ടു ഇതാ കിട്ടി മോനെ, നമുക്ക് കിട്ടി ടി സ്ക്വയർ എന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എങ്കിൽ ഈ ഇക്വേഷനും ഡയമെൻഷൻ കറക്റ്റ് ആണ്. ഇതേപോലുള്ള അടിപൊളി വീഡിയോ എക്സാം ഓറിയന്റായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഞങ്ങൾ ഡീൽ ചെയ്തതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു ക്വസ്റ്റ്യൻ തരാം, അതിന്റെ ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് G/L. ഈ ഇക്വേഷൻ ഡയമെൻഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട്, ആണോ അല്ലയോ, ഇത് ഒരു പ്രാവശ്യം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ടാറ്റാ.